ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡേഷ്യഡിയാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ബ്രെഡും മുട്ടയും കൊണ്ട് ഒരു ഈസി ഈവനിങ് സ്നാക്സ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ബ്രെഡാണ്. ഇപ്പോൾ ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഈ കട്ട് ചെയ്തെടുത്ത് ആ സൈഡ് ബാക്കി പീസും പിന്നെ 2 ബ്രെഡും കൂടി ഞാനിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ്. മുട്ട ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ മുട്ട ബോയിൽ ചെയ്തെടുത്ത് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ബോയിൽ ചെയ്തതിന് ശേഷം ഇതിനൊന്ന് നമുക്ക് ഇങ്ങനെ ഇതുപോലെയല്ല ഒന്ന് ഉടച്ചെടുക്കണം. എന്തെങ്കിലും സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത ആ 3 എഗ്സും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ അതിനെ ഉടച്ചെടുക്കും. ഞാനിവിടെ പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഇനി ആഡ് ചെയ്യുന്നത് നമ്മൾ പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൂടുതൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് വഴറ്റുക. സോ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമ്മൾ ഇത് വഴറ്റി ഒന്ന് ചെയ്തു. ഇനി നമ്മളിതിലോട്ട് സവോളയാണ് ആഡ് ചെയ്യുന്നത്. 2 മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് നല്ലൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള മസാലസൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ അതിലേക്ക് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി പൗഡേഴ്സ് ഇടുക. അടുത്ത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഞാനിപ്പോൾ പൊടിച്ചിട്ടാണ് ഇടുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിപ്പോൾ പൊടിയില്ലെങ്കിൽ ജീരകം ഉള്ളതിന് ചതച്ചിട്ടാലും മതി. പിന്നെ ഫൈനലി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവ് ഇത് അത്യാവശ്യം കുറച്ച് എരിവ് ആയിട്ടാണ് വരുന്നത് 1 ടീസ്പൂൺ ആഡ് ചെയ്തത്. ഇനി ഭയങ്കര സ്പൈസി ആയിട്ടാണ് ആവശ്യമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അളവ് കുറച്ചിട്ടാൽ മതി. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. ഇതിനെല്ലാം ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പൗഡറിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഈ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് 1 മിനിറ്റ് വെച്ചേക്കണം. കുറച്ച് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള അളവിന് മാത്രം വെള്ളം മതി. അതിനുശേഷം സിമ്മിലിട്ടിട്ട് 1 മിനിറ്റ് ഇത് വെച്ചേക്കുക. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ബോയിൽഡ് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മുട്ടയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴും ഫ്ലെയിം സിമ്മിലിട്ടാൽ മതി. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി വെന്ത സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കുക. വച്ചിട്ട് നമുക്ക് ബാക്കി നമ്മുടെ സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് എടുക്കുക. അതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുക. വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലുള്ള ഫുള്ള് വെള്ളവും മാക്സിമം കളയാൻ പറ്റുന്ന രീതിയിൽ ഫുൾ വെള്ളവും പ്രസ് ചെയ്ത് കളയുക. ചില ബ്രെഡുകൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. സാരമില്ല, പതുക്കെ സൂക്ഷിച്ച് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ അത് പൊട്ടിപ്പോയാലും നമുക്ക് പിന്നീട് അത് ചെയ്തെടുക്കുമ്പോൾ അത് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം വെള്ളം മൊത്തം പ്രസ് ചെയ്ത് കളയുക. വെള്ളം പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ എഗ് മസാലയിൽ നിന്ന് 1 സ്പൂൺ മസാല ഇതിലോട്ട് വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ മസാല ഒരു സ്പൂൺ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. വെച്ചതിന് ശേഷം പതുക്കെ ഇതിൻ്റെ കോർണേഴ്സ് അകത്തോട്ട് മടക്കിയെടുക്കുക. പതുക്കെ ചെയ്താൽ മതി, ചെറുതായിട്ട് പൊട്ടിപ്പോവും, അത് സാരമില്ല, നമുക്കത് പിന്നീട് അത് ശരിയാക്കി എടുക്കുക. അപ്പോൾ പതുക്കെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം പൊട്ടി പൊട്ടി വരും, പക്ഷേ അത് കുഴപ്പമില്ല, അത് പതുക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഉള്ളിലോട്ട് വെച്ചിട്ട് അതിനെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫുൾ ഇതും ചെയ്യുക. ഇപ്പം ഞാൻ ഇതിൽ 5 എണ്ണേ ചെയ്യുന്നുള്ളൂ, 5 ബ്രെഡ് എടുത്തിട്ടുള്ളൂ, 5 എണ്ണേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഈ ചെയ്ത മസാലയിൽ 5 എണ്ണം അല്ല, നമുക്ക് ഒരു ഓൾമോസ്റ്റ് 10 എണ്ണം ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ 5 എണ്ണേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ബാക്കി 4 ബോൾസും കൂടെ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുകയാണ്. നമ്മുടെ ബോൾസിൽ അത്രയും നന്നായിട്ട് അത് ബ്രെഡിൻ്റെ പൊടി ഇത് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ഷേപ്പായിട്ട് നല്ലൊരു ബോൾ ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ 5 ബ്രെഡ് ബോൾസ് നമ്മൾ ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കി അതിലോട്ട് ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഞാനതിൽ അത്യാവശ്യം എണ്ണ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുമ്പോൾ ഇത്ര എണ്ണ വേണ്ട. കുറച്ച് എണ്ണ എടുത്തിട്ട് ടൈം എടുത്ത് ഇതിനെ മറിച്ച് വേവിച്ചെടുത്താൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലെയിം ലോയിലാക്കാവുള്ളൂ. ലോ ഫ്ലെയിം അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം ലോയിലാക്കി വെച്ചിട്ട് ഇതിനെ പതുക്കെ മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡിലൊക്കെ എടുത്ത് മറിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. സോ ഭയങ്കര സ്ലോലി സോഫ്റ്റായിട്ട് ഇതിനെ മറിച്ചിടുക. ആൻഡ് നമുക്ക് ഇതൊരു റെഡിഷ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആൻഡ് ഇത് നമുക്ക് തോന്നും ഇത്രയും എണ്ണയിൽ ചെയ്യുമ്പോൾ മൊത്തം എണ്ണ വലിച്ചെടുക്കുമെന്ന്. പക്ഷെ അല്ല, നമ്മളിത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു എണ്ണയുടെ ഫീലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് കോരിയെടുക്കാം. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈസി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസൊന്നും വേണ്ട. ബ്രെഡും എഗ്ഗും ആണ് നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്കിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നോക്കൂ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നമുക്കിതിൻ്റെ കൂടെ സോസസ്, ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഒക്കെ യൂസ് ചെയ്യാം. സോസസ് യൂസ് ചെയ്ത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ പിള്ളേർക്കായാലും നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. നല്ല അത്യാവശ്യം ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.